പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രി മമതാ ബാനർജി ഉണ്ടാക്കിയ കോലാഹലങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. അവിടെ റെയ്ഡ് ചെയ്യാനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ബലം പ്രയോഗിച്ച് തടയുകയും അവർ കണ്ടെടുക്കാൻ ശ്രമിച്ച ചില രേഖകൾ, അത് ഒരു ലാപ്ടോപ്പ്, ഹാർഡ് ഡിസ്കുകൾ, അതുപോലെ ഒരു ഫയൽ, പെൻഡ്രൈവ് തുടങ്ങിയവ അവർ കണ്ടെടുക്കുന്നതിന് മുമ്പ് തന്നെ അത് സൂക്ഷിച്ചിരുന്ന സ്ഥലത്തുനിന്ന് മമത കൈക്കലാക്കുകയും അവിടെ നിന്ന് പരസ്യമായി അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയും ചെയ്ത കാഴ്ച നമ്മൾ കണ്ടു. മമതയ്ക്കൊപ്പം ബംഗാൾ DGPയും അതുപോലെ കൊൽക്കത്ത പോലീസ് കമ്മീഷണറും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. നിയമം നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ മുഖ്യമന്ത്രിക്കൊപ്പം നിയമ ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന കാഴ്ചയാണ് കൽക്കട്ടയിൽ നമ്മൾ കണ്ടത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ED ആദ്യം ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെ കേസ് വേണ്ട വിധത്തിൽ പരിഗണിക്കാത്തതുകൊണ്ട് ED സുപ്രീം കോടതിയെ സമീപിച്ചു. ഇപ്പോൾ സുപ്രീം കോടതി കേസ് പരിഗണിച്ച ശേഷം പറഞ്ഞ കാര്യങ്ങൾ മമതയ്ക്ക് മുഖമടച്ചു കിട്ടിയ അടിയായി മാറിയിരിക്കുകയാണ്. ഈ കേസ് വളരെ ഗൗരവമുള്ളതാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസിയെ തടയാൻ സംസ്ഥാന സർക്കാരിനും സംസ്ഥാനത്തെ പോലീസ് സേനയ്ക്കുമൊക്കെ എങ്ങനെ ധൈര്യം കിട്ടി എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ നിരീക്ഷണം വ്യക്തമാക്കുന്നത് അതാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനും പശ്ചിമ ബംഗാൾ പോലീസ് DGPക്കും ഒക്കെ നോട്ടീസ് അയച്ച കോടതി വിശദമായി വാദം കേൾക്കണം എന്ന ഒരു അഭിപ്രായവും പറഞ്ഞു. നമുക്കറിയാം, ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ED ചെന്നപ്പോൾ ഉണ്ടായ സംഭവങ്ങൾ നമുക്ക് അറിയാം. അന്ന് ആ കേസ് കൊൽക്കത്ത ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ ആ കോടതിയിലേക്ക് 100 കണക്കിന് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഒഴുകിയെത്തി. വാട്സാപ്പിലൂടെയും മറ്റും മമതയുടെ നിർദ്ദേശം ലഭിച്ച ഉടൻ തന്നെ 100 കണക്കിനല്ല 1000 കണക്കിന് പ്രവർത്തകരാണ് ആ കോടതി സമുച്ചയത്തിലേക്ക് പാഞ്ഞെത്തിയത്. ആ കോടതി മുറിക്കുള്ളിൽ പ്രവേശിച്ചവരോട്, അനധികൃതമായി പ്രവേശിച്ചവരോട് അങ്ങനെ തന്നെ പറയാം, അങ്ങനെ പ്രവേശിച്ച തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് കോടതി അവിടെ നിന്ന് പുറത്തേക്ക് പോകാൻ 1 അല്ല 2 അല്ല പലവട്ടം നിർദ്ദേശിച്ചു. എന്നാൽ ആരും തന്നെ അത് ചെവിക്കൊണ്ടില്ല. തുടർന്ന് കോടതി കേസ് മറ്റൊരു ദിവസം പരിഗണിക്കുകയാണ് എന്ന് പറഞ്ഞ് മാറ്റിവെച്ച ശേഷം വളരെ പെട്ടെന്ന് ചേംബർ വിട്ട് പോവുകയായിരുന്നു. അതായത് കോടതിയെ ഭീഷണിപ്പെടുത്തി, കോടതിയെ ഭീഷണിയുടെ മുൾമുനയിൽ നിർത്തി ഈ കേസ് പരിഗണിപ്പിക്കാനായിരുന്നു മമതയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും ശ്രമം എന്ന് വ്യക്തം. പക്ഷേ കോടതി ആ ഭീഷണിക്ക് വഴങ്ങിയില്ല. കേസ് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ച ശേഷം അവിടെ നിന്ന് ചേംബറിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. സുപ്രീം കോടതിയിൽ അത് നടക്കില്ല. സുപ്രീം കോടതിയിൽ തൃണമൂൽ കോൺഗ്രസ്സുകാരെയും കൊണ്ട് ഈ പറഞ്ഞ പോലെ ഭീഷണിപ്പെടുത്താൻ, ജഡ്ജിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാൽ ഫലം വളരെ ദയനീയമായിരിക്കും, വളരെ മോശമായിരിക്കും. എന്തായാലും ഈ കേസ് സുപ്രീം കോടതി പരിഗണിച്ചപ്പോൾ മമത സർക്കാർ പറഞ്ഞത് കേസ് കൊൽക്കത്ത ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്, അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നാണ് മമതാ സർക്കാർ നിലപാടെടുത്തത്. നോക്കൂ, ഒരു കേസ് പരിഗണിക്കണോ വേണ്ടയോ എന്ന് ആ കേസ് എടുക്കുന്ന അല്ലെങ്കിൽ ആ ഹർജി കേൾക്കുന്ന കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്. അവിടെ ഇത്തരത്തിലുള്ള ധാർഷ്ട്യം നിറഞ്ഞ വാദങ്ങൾ ഉന്നയിക്കുന്നത് ഒരു സംസ്ഥാന സർക്കാരിന് ചേർന്നതാണോ? തീർച്ചയായിട്ടും കോടതിയും ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട അസംബ്ലി അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ ഒരു ഭരണഘടനാ സ്ഥാപനവും പദവിയും ഒക്കെ തന്നെയാണ്. മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഒരു ചെറിയ പദവിയല്ല. ജനാധിപത്യ സംവിധാനത്തിൽ തീർച്ചയായിട്ടും ഭരണഘടനാദത്തമായ ആ പദവിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഫെഡറൽ സംവിധാനമനുസരിച്ച് ഒരു സ്റ്റേറ്റിൻ്റെ ഭരണചക്രം തിരിക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എങ്കിലും ആ മുഖ്യമന്ത്രി ചില മര്യാദകളൊക്കെ പാലിക്കേണ്ടതാണ്. ആ സർക്കാർ അതിൻ്റെ സീമകൾ ലംഘിക്കാൻ പാടില്ല. ഇവിടെ വളരെ കൃത്യമായിട്ട് മമതാ സർക്കാരിൻ്റെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും അവരുടെ ധാർഷ്ട്യം, അഹങ്കാരം, ഹുങ്ക് എത്രയുണ്ടെന്ന്. ഈ കേസ് ഇപ്പോൾ കൊൽക്കത്ത ഹൈക്കോടതി പരിഗണിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുപ്രീം കോടതി ഇത് പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നാണ് മമതാ സർക്കാർ നിലപാടെടുത്തത്.
ഇത് എത്ര ഉചിതമാണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മുടെ പരമോന്നത നീതിപീഠം അതിനൊന്നും ചെവി കൊടുത്തില്ല. വളരെ കൃത്യമായി നിലപാടെടുത്തു. ഈ കേസ് വളരെ ഗൗരവമുള്ളതാണ്. അതുമാത്രമല്ല, ഒരു കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണത്തെ എന്തിനാണ് ഒരു സംസ്ഥാന സർക്കാർ, സംസ്ഥാന മുഖ്യമന്ത്രി, അതുപോലെ അവിടുത്തെ പോലീസ് സേനയിലെ തലവൻ ഒക്കെ തടസ്സപ്പെടുത്തുന്നത്? അവരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്, മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെയാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കാൻ ഗൗരവകരമാണ് എന്ന് പറയാനും കാരണം. എന്തായാലും മമതയ്ക്ക് മുഖമടച്ചു കിട്ടിയ ഒരു അടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. മമത ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല. കാരണം മമതയെ സംബന്ധിച്ചിടത്തോളം ബംഗാളിലെ അവരുടെ നിലനിൽപ്പ് വലിയ പ്രതിസന്ധിയിലാണ് എന്ന് പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു. തുടർച്ചയായി 10-15 വർഷമായിട്ട് ബംഗാൾ ഭരിക്കുന്ന മമതയ്ക്ക് വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരത്തെ നേരിടേണ്ടി വരുന്നു. ജനം മമതയ്ക്കും തൃണമൂലിനും സർക്കാരിനും എതിരാണ്. പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നു. അതിൻ്റെ കൂടെയാണ് ഈ വോട്ടിന് വേണ്ടി കാണിക്കുന്ന ഗിമ്മിക്കുകൾ, ഇത്തരത്തിലുള്ള ചില പ്രീണന തന്ത്രങ്ങൾ. ഇതൊക്കെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാനും അവരെ തമ്മിത്തല്ലിച്ച് അതിൽ നിന്ന് മുതലെടുക്കാനും വേണ്ടി രാഷ്ട്രീയക്കാർ ചെയ്യുന്നതാണെന്ന് വ്യക്തമാണ്. എന്തായാലും മമതയുടെ ഇത്തരം തട്ടിപ്പുകളൊന്നും ഇനി ഒരുപാട് നാൾ ഓടില്ല എന്ന് വ്യക്തമാണ്. കാരണം ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിനും മമതയ്ക്കും എതിരായ വികാരം വളരെ ശക്തമാണ്. അവിടെ ഇന്നിപ്പോൾ പ്രതിപക്ഷത്ത് BJP ഒരു ശക്തമായ പ്രതിരോധം ഉയർത്തിക്കൊണ്ട് നിലനിൽക്കുന്നു. എന്നാൽ കോൺഗ്രസ് ആകട്ടെ, CPM നയിക്കുന്ന ഇടതുപക്ഷമാകട്ടെ വളരെയധികം ദുർബലപ്പെട്ടിരിക്കുന്നു. അവരുടെ ദൗർബല്യം കൂടി മമതയിലേക്കും അവരുടെ ബലം മമതയിലേക്കും BJPയിലേക്കുമായിട്ട് വിഘടിച്ച് പോയി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ബാക്കി വന്നിരിക്കുന്ന കോൺഗ്രസും ഈ പറയുന്ന ഇടതുപക്ഷവും അവിടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രതിസന്ധിയിലായി എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഉഴറുകയാണ്. അവരെ നയിക്കാൻ നല്ല നേതാക്കളില്ല, നല്ല പാർട്ടി സംവിധാനമില്ല, അണികളില്ല. അങ്ങനെ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിടുകയാണ് പ്രത്യേകിച്ചും CPM നയിക്കുന്ന ഇടതുപക്ഷം. അവരുടെ ഏറ്റവും പ്രധാന ശത്രു മമതയാണ്. പക്ഷേ എങ്കിലും ഡൽഹിയിലെ പൊതുശത്രുവിനെ നേരിടാൻ വേണ്ടി അവർ ബംഗാളിന് പുറത്ത് ഒരുമിക്കും. ആ കാഴ്ച നമ്മൾ പല ആവർത്തി കണ്ടതാണ്. കോൺഗ്രസും അതിനൊപ്പം തന്നെ. കാരണം പൊതുശത്രു എല്ലാവർക്കും തലവേദനയാണ്. ഇവിടെ BJPയെ നേരിടാൻ അവർക്ക് ഒരുമിച്ച് നിൽക്കാതെ മറ്റു വഴികളില്ല. അതുകൊണ്ടാണ് കേരളത്തിലും ബംഗാളിലും പരസ്പരം പോരടിക്കുന്ന ഈ കക്ഷികളൊക്കെ ഡൽഹിയിലെത്തുമ്പോൾ ഒറ്റക്കെട്ടാകുന്നത് അതുകൊണ്ടാണ്. എന്തായാലും ഈ വിഷയം കോടതി പരിഗണിച്ചതോടുകൂടി, പരമോന്നത നീതിപീഠം ഈ ഹർജി ഫയലിൽ സ്വീകരിച്ചതോടുകൂടി ഈ വിഷയം വലിയ രീതിയിൽ ദേശീയ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ്. നിലവിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് രാഷ്ട്രീയ നിരീക്ഷകരും അതുപോലെ തന്നെ മുതിർന്ന മാധ്യമ പ്രവർത്തകരും ഒക്കെ നിരവധി അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. മമതയ്ക്ക് അനുകൂലമായും പ്രതികൂലമായും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയെങ്കിലും ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ വന്നിരിക്കുന്നത് മമതയ്ക്ക് എതിരെയാണ്, മമതയ്ക്ക് പ്രതികൂലമായിട്ടാണ്. കാരണം ഒരു ഫെഡറൽ സംവിധാനത്തിനകത്ത് ഒരു മുഖ്യമന്ത്രി പ്രവർത്തിക്കേണ്ടുന്ന വിധത്തിലല്ല മമത പ്രവർത്തിച്ചത് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ മമതയ്ക്ക് കാര്യങ്ങൾ എളുപ്പമല്ല. സുപ്രീം കോടതി കൂടുതൽ വിശദമായി കേന്ദ്ര സർക്കാരും അതുപോലെ മമതാ സർക്കാരും അതുപോലെ EDയും അതുപോലെ ബംഗാൾ DGPയും ഒക്കെ നൽകുന്ന റിപ്പോർട്ടുകൾ വിശദമായി പരിശോധിച്ചിട്ടായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത്. സുപ്രീം കോടതിയുടെ മുന്നിൽ തെളിവുകളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മമത അവിടെ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ മുഴുവനും കോടതി വിവിധ ദേശീയ മാധ്യമങ്ങളിലൂടെ നേരിട്ട് കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മമതയ്ക്ക് ഏറെയൊന്നും പ്രതിരോധിച്ച് നിൽക്കാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. ED എത്ര ദുരുദ്ദേശത്തോടു കൂടിയാണ് അവിടെ വന്നത് എന്ന് സമർത്ഥിച്ചാലും
മമതയുടെ ചെയ്തികളെ അത് ന്യായീകരിക്കില്ല. അതുകൊണ്ട് തന്നെ മമതയ്ക്ക് ഉത്തരം പറയാൻ വെള്ളം കുടിക്കേണ്ടി വരും എന്നുള്ള കാര്യം തീർച്ചയാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ഈ റിപ്പോർട്ടുകൾ, ഈ വിശദീകരണങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെയും EDയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന പോലീസിൻ്റെയും ഒക്കെ വിശദീകരണം കോടതിയിൽ വരട്ടെ. എന്ത് സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം. പക്ഷേ ഈ പറഞ്ഞതുപോലെ മമതയ്ക്ക് ഈ വിഷയത്തിൽ നിന്ന്, EDയെ തടഞ്ഞതിൽ നിന്ന് അത്ര പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ED വന്നത് കൃത്യമായ തെളിവുകളോടുകൂടിയാണ്. അത് ഈ പറഞ്ഞതുപോലെ കൽക്കരി കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഹവാല പണത്തിൻ്റെ ഇടപാട് അന്വേഷിച്ചാണ് ED വന്നത്. ആ ഹവാല പണത്തിൽ ഒരു ഭാഗം, ഒരു വിഹിതം ഗോവയിൽ തെരഞ്ഞെടുപ്പ് വിജയത്തിനായിട്ട് തൃണമൂൽ കോൺഗ്രസ് ഉപയോഗിച്ചു എന്നാണ് ED ആരോപിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാ കഴമ്പില്ലാത്ത, തെളിവില്ലാത്ത ആരോപണങ്ങൾ ED ഉന്നയിക്കുകയില്ല എന്ന് നമുക്കറിയാം. കാരണം അങ്ങനെ ഉന്നയിക്കപ്പെട്ടാൽ അത് EDക്ക് വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് ED അത്തരം കാര്യങ്ങളിലേക്ക് പോകില്ല. പ്രാഥമിക തെളിവുകൾ കൈവശമുണ്ടെങ്കിൽ, പ്രഥമ ദൃഷ്ട്യാ ഈ പരാതിയിലും ആരോപണത്തിലുമൊക്കെ കഴമ്പുണ്ടെങ്കിൽ മാത്രമേ ED കൃത്യമായി നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയുള്ളൂ. അല്ലെങ്കിൽ EDക്ക് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും എന്ന് മറ്റാരെക്കാളും നന്നായിട്ട് എൻഫോഴ്സ്മെൻറ്റിന് തന്നെ അറിയാം. അതുകൊണ്ട് മമത ഈ ചെയ്തു കൂട്ടിയതിനൊക്കെ നാളെ ഉത്തരം പറയേണ്ടി വരും. താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ നിരന്തരം അനുഭവിച്ചിടുകന്നേ വരൂ. മമതയെ കാത്തിരിക്കുന്ന ദുർവിധിയാണോ അതോ നല്ല വിധിയാണോ എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.